കാശ്മീരെ പഹൽഗാമിൽ ഇന്നലെ ഉണ്ടായ അതിദാരുണമായ കൂട്ടക്കൊലയിൽ അതിശക്തമായി പ്രതിഷേധിക്കുകയാണ്. 28 ജീവനുകളെയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. 2 വിദേശികളടക്കം 28 സന്ദർശകന്മാരെ ഈ ജിഹാദികൾ വെടിവെച്ച് കൊന്നത് ഇന്ത്യക്ക് തന്നെ അപമാനകരമായ ഒരു സാഹചര്യമുണ്ട് സൃഷ്ടിച്ചിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായ നടപടിയെടുത്തുമായി നമുക്ക് മുന്നോട്ട് പോകണം. മതത്തിന്റെ പേരിൽ ജനങ്ങളെ മാറ്റി നിർത്തി, സന്ദർശകരെ മാറ്റി നിർത്തി അവിടെ മതം ചോദിച്ച് വെടിവെച്ച് കൊല്ലുന്ന ഹീനമായ പ്രവൃത്തി ഈ രാജ്യത്ത് തടയേണ്ടതാണ്. ലോകത്തിലെ മുഴുവൻ ശക്തികളും ഒറ്റക്കെട്ടായി ഭാരതത്തോടൊപ്പം അണിനിരന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഹീനമായ പ്രവൃത്തികൾക്ക് അറുതി വരുത്താൻ നമ്മൾ ശ്രമിക്കണം. ഒപ്പം തന്നെ ജീവൻ നഷ്ടപ്പെട്ട 28 പാവപ്പെട്ട സന്ദർശകന്മാരുടെ കുടുംബാംഗങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന, ഒപ്പം തന്നെ അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. നരേന്ദ്രമോദിജിയുടെ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്തെ ഏത് വിദേശ ശക്തികളെയും അവരുടെ തുരങ്ക പരിപാടികൾ അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. പാകിസ്ഥാന്റെ നിരന്തരമായ ഭീഷണി, ഒപ്പം തന്നെ അവരുടെ കടന്നുകയറ്റത്തിന്റെ ശ്രമം, അത് ഇന്ത്യയിലെ ഭാരതത്തിലെ മുഴുവൻ പൗരന്മാരും ഒറ്റക്കെട്ടായി നിന്ന് അതിനെ ചെറുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഇത്തരത്തിലുള്ള ഹീനമായ പ്രവൃത്തികളെ തള്ളിപ്പറയുവാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. +2 കഴിഞ്ഞു, ഇനി എന്ത്? മാസം 1 ലക്ഷം രൂപ സ്റ്റൈഫൻഡോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ? അതും ജർമ്മനിയിൽ. +2 ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം, പറക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം. ഫോൺ 7356 958 784 9400 100 499.